നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ സ്വന്തം മേക്കപ്പ് ആർട്ടിസ്റ്റായ വികാസ് ചേട്ടൻ്റെ സ്റ്റുഡിയോയിലാണ്. പല ആൾക്കാർക്കും കിട്ടാത്തൊരു ലക്കാണ് അല്ലേ, നമ്മുടെ പാർട്ട്ണർ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുന്നത്. അത് നമ്മൾ എന്തിനാ വന്നതെന്ന് വെച്ചാൽ ചേട്ടൻ്റെ വൈഫിൻ്റെ മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ മേക്കപ്പ് ആ ഒരു പരിപാടി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഒരു ഷൂട്ട്. പിന്നെ ചേട്ടൻ്റെ പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യാൻ തരൂ? ഒരിക്കലും കൊടുക്കില്ല. അത് തൊട്ട് വരുന്നതാണ്. പൈസ പോലെ ഞാൻ പൂട്ടി വെക്കില്ല, പക്ഷെ മേക്കപ്പ് ബോക്സ് ഞാൻ പൂട്ടി വെക്കും. ചെയ്യുന്നതിന്റെ ഇടയിൽ ഞങ്ങള് ഇവളെ കുറച്ചു നേരം കിടത്താന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ, ആരായത്? ഓ മൈ ഗോഡ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മദർ ഡോൾ. അതെ, ഒരു മദർ ഡോൾ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഡ്രീമാണ് ഇങ്ങനത്തെ ഒരു ലുക്ക്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ, സന്തോഷം കണ്ടിട്ട് ഇമോഷണൽ ആവുന്നു. താങ്ക് യു പറ. താങ്ക് യു ഹസ്ബൻഡ് അല്ലേ. അയ്യോ കാര്യം എന്താ വിളിക്കുക? പേര് ഓൾറെഡി ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്, നാരായണി. നമ്മള് രണ്ടുപേരും ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരുടെയും സെക്കൻഡ് മാരേജ് ആണ്. ഓൾറെഡി ഷീ ഹാവ് എ ബേബി ഗേൾ. അപ്പം 10 വയസ്സായ ഒരു മകളുണ്ട് ഷെറിലിന്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിലെങ്ങനെ ഒന്നിലും പറഞ്ഞിട്ടില്ല. അവളുടെ മകളുമായിട്ടാണ് ഞാൻ ഷെറിലിനെ വിവാഹം കഴിച്ചത്. കഴിഞ്ഞ ലൈഫിലെ എൻ്റെ മിസ്റ്റേക്സ് അല്ലെങ്കിൽ എവിടെയാണോ നമുക്കത് കിട്ടാതെ പോയത്, അതെനിക്ക് ഈ ലൈഫിൽ കിട്ടുന്നുണ്ട്. വളരെ ഫ്ലോലെസ് ആയിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഏതെങ്കിലും ആക്ട്രസസിന് തോന്നിയിട്ടുണ്ട്? അതിപ്പോ സ്കിന്നിനെ കുറിച്ച് കേരളത്തിൽ പറയുകയാണെങ്കിൽ അത് ഹണി റോസ് തന്നെയല്ലേ. ജയറാമേട്ടന്റെ ഫാമിലിയുടെ ഓൺ മേക്കപ്പ് മാൻ ആയിട്ട് മാറിയെന്ന് ഞാൻ കേട്ടിരുന്നു. ഞാൻ അവരുടെ ഫാമിലിയുള്ള എല്ലാവരെയും മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. സണ്ണിലോനും ചെയ്തിട്ടില്ല, അതിപ്പോഴല്ല, ഒരാഴ്ച മുമ്പാണ് വന്നത്. അതുവരെയുള്ള എല്ലാവരെയും ചെയ്തിട്ടുണ്ട്. ഹായ് ഹലോ, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് ആവശ്യു മസ്തി വിത്ത് മസ്താനി. ഇന്ന് വളരെ ക്യൂട്ട് ആൻഡ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ സ്വന്തം മേക്കപ്പ് ആർട്ടിസ്റ്റായ വികാസ് ചേട്ടൻ്റെ സ്റ്റുഡിയോയിലാണ്. അത് നമ്മൾ എന്തിനാ വന്നതെന്ന് വെച്ചാൽ ചേട്ടൻ്റെ വൈഫിൻ്റെ മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ മേക്കപ്പ് ആ ഒരു പരിപാടി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാരേജ് അല്ലെങ്കിൽ ഗർഭകാലം. അതിലേക്ക് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ് മേക്കപ്പ് മാൻ. ആ മേക്കപ്പ് മാൻ നമ്മുടെ സ്വന്തം ഹസ്ബൻഡും കൂടി ആകുമ്പോൾ എന്താണ് ആ ഒരു ഫീല്? ഞാനിപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഒരു ഷൂട്ട്. കാരണം കുറച്ച് നാളായിട്ട് ഞാൻ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊന്നും നടക്കില്ല എന്നൊരു വിശ്വാസത്തിലായിരുന്നു. പക്ഷേ ഞാൻ ലാസ്റ്റ് ഇനി ഒരു 2 വീക്സും കൂടി ഉള്ളു ഡെലിവറിക്ക്. അപ്പോൾ ഡോക്ടറെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടെ ഡബിൾ ഓക്കെ, ഞാൻ ഫ്രീ ഉള്ള ദിവസം നോക്കി എനിക്ക് ഇങ്ങനെ ഒരു ഷൂട്ട് ചെയ്ത് തരണോ എന്ന് പറഞ്ഞു. അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലേക്ക് ഇരിക്കുകയാണ് ഞാൻ ഇന്ന്. അപ്പോൾ ചേട്ടന് എന്ത് തോന്നുന്നു? കാരണം മാരേജിന് മേക്കപ്പ് ചെയ്തത് തന്നെ ഭയങ്കര വൈറലായി, ഇന്റർനെറ്റ് മുഴുവൻ കത്തിച്ചൊരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞ് വൈറ്റ് പൊങ്കാല ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു ആ ഒരു പേര്. അതും ഭയങ്കര വൈറലായിരുന്നു. ഇപ്പൊ അടുത്ത വൈറൽ ഷൂട്ടിലേക്കാണ് നിൽക്കുന്നത്. എങ്ങനെയുണ്ട് ചേട്ടൻ്റെ ഒരു ഫീല്? ഇതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. വെഡിങ്ങിന് ഞാൻ മേക്കപ്പ് ചെയ്യും എന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കാര്യം ഒന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. അപ്പോൾ അങ്ങനെ ചെയ്തതാണ് നമ്മുടെ വെഡിങ് മേക്കപ്പ്. പക്ഷേ വൈറ്റ് പൊങ്കാലയ്ക്ക് പിന്നെ മേക്കപ്പ് ഇല്ല കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു പ്രഗ്നൻസിയിൽ എല്ലാവർക്കും നമ്മൾ കാണുമ്പോൾ പ്രഗ്നൻസിയിൽ ഓടുന്നു, ചാടുന്നു, ഡപ്പാങ്കുത്ത് ഇതൊക്കെയാണല്ലോ നമ്മൾ. അപ്പം ഞാനും വെഡ്ഡിങ്ങിൻ്റെ അല്ലെങ്കിൽ പ്രഗ്നൻസി വരുന്ന സമയത്തിന് ഞാനും വിചാരിച്ചോ നമുക്ക് ഇങ്ങനെയൊക്കെ അടിച്ചു പൊളിക്കാം. പക്ഷേ പുള്ളിക്കാരിക്ക് സെർവിക്കൽ ഇൻകോമ്പിറ്റൻസി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ബെഡ് റെസ്റ്റ് ആണ്. 3-ാം മാസം മുതൽ, ഇതിപ്പോൾ 9-ാം മാസമാണ് ഞങ്ങളുടെ. 3-ാം മാസത്തിൽ തുടങ്ങിയ ബെഡ് റെസ്റ്റ് ഇപ്പോഴാണ് പരോള് തന്നത് ഡോക്ടർ, ഇനി നിങ്ങൾക്ക് പോവാം. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഒരു കാര്യങ്ങളും നമുക്ക് പേഴ്സണലി ഇപ്പം ആശുപത്രി പോകാൻ വേണ്ടി മാത്രമേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂ. ഇന്നാണ് ഞങ്ങൾ അല്ലാതെ പുറത്തിറങ്ങിയ ഒരു ദിവസം. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇത് പുള്ളിക്കാരിയുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു മെറ്റർണിറ്റി ഷൂട്ട്. അപ്പം എനിക്ക് വലിയ ഇതില്ലായിരുന്നെങ്കിലും പുള്ളിക്കാരിയുടെ ആഗ്രഹമാണല്ലോ നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കണ്ടേ. അതാണ് ഈ മെറ്റർണിറ്റി ഷൂട്ടിൻ്റെ ഒരു കണ്ടന്റ്. അപ്പൊ അത് വൈറലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ വെറൈറ്റി മീഡിയയിൽ വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഓഫ് കോഴ്സ് വൈറലാവുമല്ലോ.
അപ്പോൾ പല ആൾക്കാർക്കും കിട്ടാത്തൊരു ലക്കാണ് അല്ലേ, നമ്മുടെ പാർട്ട്ണർ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുന്നു, അവർ നമ്മൾ മേക്കപ്പ് ചെയ്ത് തരുന്നു. ഹസ്ബൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ചേച്ചിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്? അഡ്വാൻറ്റേജസ് നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ ഒരുങ്ങുമ്പം നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫാൾട്ട് ഉണ്ടെങ്കിൽ കാണുമ്പം അത് നമുക്ക് ക്ലിയർ ചെയ്ത് തരാറുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. അതിനപ്പുറം ആക്ച്വലി ക്ലിയർ ചെയ്യലല്ല, ഞാൻ തുടച്ചു കൊടുക്കാറാണ്. ഞാൻ എനിക്ക് മേക്കപ്പ് അറിയത്തില്ല. ഞാൻ അറിയാവുന്ന കണക്ക് ചെയ്യുമ്പോൾ ഇറങ്ങി വരുമ്പോൾ തെറ്റുകൾ കാണും. അപ്പൊ അത് നീ കൂടുതൽ ഇട്ടു എന്നൊക്കെ പറഞ്ഞൊക്കെ അത് ചെയ്തു തരും. എന്തായാലും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നമുക്കൊരു പ്രോഗ്രാമിന് പോവാം. തീർച്ചയായും എല്ലാം ചേട്ടൻ നോക്കിക്കോളും. അത് ഓക്കെയാണ്, എനിക്കൊരു ടെൻഷൻ ഇല്ല. ഈവൻ ഡ്രസ് ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും ഹെയർ ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ശ്രദ്ധിക്കാറുണ്ട്, കറക്ഷൻ ചെയ്ത് തരാറുണ്ട്. അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. എല്ലാ സ്ത്രീകൾക്കും കിട്ടണമെന്നില്ല, ശരിക്കത് കിട്ടി. പിന്നെ ചേട്ടന്റെ പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യാൻ തരൂ? ഒരിക്കലും കൊടുക്കില്ല. അത് തൊട്ട് വരുന്നതാണോ? ഞാൻ ആ മേക്കപ്പ് ബോക്സ് പൈസ പോലെ ഞാൻ മൂട്ടി വെക്കില്ല, പക്ഷെ മേക്കപ്പ് ബോക്സ് ഞാൻ മൂട്ടി വെക്കും. മേക്കപ്പ് ബോക്സ് ഞാൻ തൊടാറേ ഇല്ല. അത് ഭയങ്കര ദൈവികമായിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. നമ്മളത് ഇവരെ വർക്ക് കഴിഞ്ഞ് കൊണ്ടുവന്ന് അതൊരു റൂമിൽ വെച്ച് കഴിഞ്ഞാൽ പോകുമ്പോഴല്ലാതെ ഞാൻ തൊടുത്തതേ ഇല്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം ഓക്കെ, പക്ഷെ എന്റെ ഈ ഇത് സാധനങ്ങൾ ശ്രദ്ധിക്കാം. ഞാൻ അതുകൊണ്ടാണ് അതേപോലെ എനിക്ക് കാണുന്നത്. പക്ഷെ എന്നാലും അതിൽ എന്നൊരു നോട്ടം ഉണ്ട് കേട്ടോ. പിന്നെ അത് ഓപ്പൺ ആക്കുമ്പോൾ മാത്രമേ ഞാൻ ചെന്ന് നിൽക്കാറുണ്ട്. അത് കാണാം, അതിനകത്തുള്ള പ്രോഡക്റ്റ് എന്റെ കയ്യിലില്ല, അത്രയും കൂടിയ പ്രോഡക്റ്റ്. അപ്പൊ അത് നോക്കിക്കൊണ്ട് നിൽക്കും. ഒരു സുഖമല്ലേ കാണെങ്കിലും ചെയ്യാറ്. പിന്നെ ചിലപ്പോ തീരാറാവുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ തരും. അയ്യോടാ, അതല്ലാതൊന്നുമില്ല. ഓക്കെ, ഞാനത് ആലോചിച്ചേ പെട്ടെന്ന്. ഹസ്ബൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണോ, അപ്പൊ ചെറിയ ലിപ്സ്റ്റിക് ഫൗണ്ടേഷനൊക്കെ ഇതിനെല്ലാം കണക്കുണ്ട്. എന്റെ കയ്യിൽ ഏകദേശം 300 ലിപ്സ്റ്റിക്സ് ഉണ്ട്. ഈ 300 ലിപ്സ്റ്റിക്കിൽ ഒരെണ്ണം കാണാതായാലും ഞാൻ കണ്ടുപിടിക്കും. ഞാൻ കണ്ടു. അപ്പൊ എന്റെ ടീമിലുള്ളവർ തന്നെ പറയും ഇത് എങ്ങനെ ആ 300-ല് ചിലപ്പോൾ ഞാൻ കൈകൊണ്ട് ഞാൻ കാണാത്തതൊക്കെ ആയിരിക്കും ചിലത്, പക്ഷെ എന്നാലും ഒരെണ്ണം ഏതെങ്കിലും മിസ്സാവുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഞാൻ അന്ന് നോക്കുന്നത്. അത് എല്ലാവർക്കും അറിയാം കേട്ടോ, എന്റെ കംപ്ലീറ്റ് ടീമിനെ അറിയാം. അതുകൊണ്ട് ഒരു സാധനം തറയിൽ പോയാലും അവർ ഓടിയെടുത്ത് അയ്യോ അവ ഇനി അതിനായിരിക്കും പിടിക്കുന്നത് ഓടിയെടുത്തോണ്ട് വരും. പരിപാടി നടക്കില്ല. അപ്പൊ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മേക്കപ്പ്? അപ്പോ നമ്മൾ ചേച്ചിനെ അധികം ഇരുത്തി അല്ലേ, ഒരുപാട് സമയം എടുക്കും മേക്കപ്പ് ചെയ്യാൻ. അതുകൊണ്ട് നമ്മളിപ്പോ തൽക്കാലം ഉപദ്രവിക്കുന്നില്ല, നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. സുന്ദരി കൂടി ഓൾറെഡി സുന്ദരിയാണ്, ഒന്നും കൂടി അതൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്ത് നമുക്ക് കാണാം. ഓക്കെ, പുള്ളിക്കാരിക്കാണെങ്കിൽ ഇങ്ങനെ മൂഡ് സ്വിങ്സിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം പുള്ളി പിഗ്മെന്റഡ് ആയി, ഡാർക്ക് ആയി എന്നുള്ളതാണ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു മസ്താനെ പറഞ്ഞതോടുകൂടി പുള്ളിയുടെ ഫേസിൽ ആ സമയത്ത് സന്തോഷം വന്നു കേട്ടോ. ഇത് വിത്തൗട്ട് മേക്കപ്പ് അല്ലേ? ഇത് വിത്തൗട്ട് മേക്കപ്പ്. നല്ല സുന്ദരം. ഞാനിപ്പോ ഒരു മോയിസ്ചറൈസർ മാത്രം ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു 9 month ഞാൻ ഒന്നും ഒരു കെയറും ചെയ്യാതെ കിടന്നതുകൊണ്ട് എനിക്ക് എപ്പോഴും ഞാൻ ഒരുമാതിരി ഡള്ളായി പോയി എന്നൊക്കെ. അപ്പൊ അതാണ് എനിക്ക് മെയിൻ ആയിട്ട് എനിക്ക് ഒന്ന് ഒരുങ്ങി കാണണം. പിന്നെ വളകാപ്പും ഇത് രണ്ടും എനിക്കൊന്ന് ഒരുങ്ങി കാണണം. എന്റെ കല്യാണത്തിന് ശേഷം എനിക്ക് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു മേക്കപ്പും കൂടിയാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ്. എന്നിട്ട് ഞാൻ ഇന്നലെ രാത്രിയിലും പറഞ്ഞു പഴയ സ്കിന്നൊന്നും അല്ല, ഇപ്പം ഇതാണ്, നോ പ്രോബ്ലം, ഞാനല്ലേ. ആരെ കൂടെ ഉള്ളത് ആരാ, എന്തിനു ടെൻഷൻ അടിക്കുന്നത്? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം മസ്താനി, ഞാൻ മേക്കപ്പ് തുടങ്ങുകയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഇപ്പം ഷെറിലിന്റെ സ്കിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല ഒട്ടും കെയർ, നമ്മളിപ്പം കുട്ടീനെ മാത്രമേ നമ്മൾ കെയർ ചെയ്യുന്നുള്ളൂ, നമ്മൾ സ്കിന്നൊന്നും ഇപ്പൊ കെയറിങ് അല്ല. അപ്പൊ അതുകൊണ്ട് മേക്കപ്പ് കഴിഞ്ഞിട്ട് വേണം ഞാനും ആലോചിക്കുന്നത് മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന്. ആ ഒരു ഭയത്തോടു കൂടിയാണ് മേക്കപ്പ് തുടങ്ങുന്നത്. ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത്, അതായത് ഐ മേക്കപ്പ് ആണോ, ഫേസ് മേക്കപ്പ് ആണോ, അല്ലെങ്കിൽ നല്ല ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നല്ല ലിപ്പൊക്കെ നല്ല അടിപൊളിയാക്കി വെക്കാനാണോ? ചേച്ചിക്ക് ഏത് ഇഷ്ടം കൂടുതലും? എനിക്ക് ലിപ്പും ഐബ്രോയും. ഓക്കെ, അത് മിക്കവർക്കും എനിക്ക് തോന്നുന്നു ലിപ്സ്റ്റിക്കാണ് കുറെ ആൾക്കാർക്ക് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ലുക്ക് നമ്മൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ചെയ്യുന്നതിന്റെ ഇടയിൽ ഞങ്ങൾ ഇവളെ കുറച്ചു നേരം കിടത്താന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് ഒരുപാട് സമയം ഇരിക്കുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മളെ കുറച്ച് കിടത്തി ഇരുത്തിയൊക്കെയാണ് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഏകദേശം എത്ര സമയം എടുക്കും ഇത് കഴിയാൻ? നമ്മള് മേക്കപ്പ് എന്തായാലും ഇതൊരു എല്ലാം കൂടി ഒരു 1.25-2 മണിക്കൂർ പിടിക്കും. അപ്പൊ എനിക്ക് അകത്തിരിക്കുന്നത് ഒരു പ്രിൻസസ് ആണ് എന്നാണ് എന്റെ വിശ്വാസം. ഇവിടെ എന്താ വിശ്വാസം?
പ്രിൻസ്. ഓഫ്കോഴ്സ് ഞങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയ ബാഹുബലി യുദ്ധമല്ലേ, എന്താ രണ്ട് രാജ്യങ്ങള്, അത് നടക്കുന്നത് വേറെ ഒന്നിനുമല്ല, പ്രിൻസസിനാണ്. അപ്പം ഞാനപ്പോ പറയുന്നത് ഇത് എന്റെ പ്രിൻസസിനാണ്. അപ്പൊ പ്രിൻസസിന് ഞാൻ ഒരു അമ്മ ക്യൂനാക്കാനുള്ള പരിപാടി വിശ്വാസമാണ് എനിക്ക്. ഇത് ക്യൂനാവുന്നുണ്ടോ അതോ എനിക്കുള്ള യുദ്ധത്തിന് പടയാളിയാവുന്നുണ്ടോന്ന് കണ്ടറിയാം. എന്തായാലും നോക്കാം അല്ലേ? അതെ, എന്തായാലും നമുക്ക് അപ്പോൾ ഇത് ഫുൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് കംപ്ലീറ്റ് ലുക്കിൽ തിരിച്ചു വരാം. ഹലോ, ആരായത്? ഓ മൈ ഗോഡ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു ഡോൾ ഇരിക്കുന്ന പോലെ ഉണ്ട് അല്ലേ? നിങ്ങൾക്കൊക്കെ എന്താ തോന്നി? മദർ ഡോൾ. അതെ, ഒരു മദർ ഡോൾ. നല്ല ഭംഗിയുണ്ട്, സൂപ്പർ, ഇഷ്ടായി. എന്ത് തോന്നുന്നു ഈ ഒരു ലുക്കിൽ കണ്ടപ്പോ? കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം തോന്നുന്നു. ആ, എനിക്ക് കണ്ണാടി കൂടി എന്നെ കണ്ടിട്ട് ഒന്നും പറയാൻ വാക്കില്ല. ഭയങ്കര സന്തോഷം. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താ? ഡ്രസ്സൊക്കെ ഭയങ്കര നല്ല രസമായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താ ഇതില്? മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഡ്രീമാണ് ഇങ്ങനത്തെ ഒരു ലുക്ക്. ആ, അപ്പൊ അത് സാധിച്ച ഈ ക്രൗണും ഇതൊക്കെ ഒരു എന്താ, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ, സന്തോഷം കണ്ടിട്ട്. ആ, ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ അല്ലേ, ഇമോഷണൽ ആവുന്നു. താങ്ക് യു പറ. താങ്ക് യു ഹസ്ബൻഡ് അല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു വെറൈറ്റി മീഡിയ ഇങ്ങനെ ഒരു ചോദ്യമൊക്കെ ചോദിച്ചതിന്. അയ്യോ, കാര്യം മതി. You are so lucky. You also. Thank you. Okay, നമ്മുടെ ബേബി വന്നതിന് ശേഷം ബേബി കുറച്ച് വലുതാകുമ്പോൾ ലുക്കൊക്കെ കാണും. ഓ എൻ്റെ അമ്മ, മമ്മി ഇത്ര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. എന്റെ മേക്കപ്പ് പോയ കൊല്ലും ഞാൻ കേട്ടോ. ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണീരായിരുന്നു. അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതെന്റെ ഡ്രീം കം ട്രൂ ആയിരുന്നു. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം ഇങ്ങനെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആനന്ദ കണ്ണീർ അല്ലേ, ഇമോഷനൊക്കെ ഇങ്ങനെ വന്ന്. ബട്ട് യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ബേബി ഇതൊക്കെ കാണും നമ്മുടെ ഇന്റർവ്യൂ കുറച്ച് വലുതായി കഴിയുമ്പോൾ. നോക്ക്, മമ്മി ഇത്ര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ബേബി ബോംബൊക്കെ വരുന്നുണ്ട്. ഞാൻ പ്രത്യേകം വിളിക്കുമ്പോ കറക്റ്റിന് അവള് ചവിട്ടും. ഞാൻ ഇപ്പം വിളിച്ചാലും അവള് ചവിട്ടും. വരൂ. എന്താ വിളിക്കുക? പേര് ഓൾറെഡി ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്, നാരായണി. അപ്പം പേരതാണ്. അപ്പൊ ഇനി ആരെങ്കിലും പറഞ്ഞ് മാറ്റിക്കുമോന്ന് എനിക്ക് പേടിയുണ്ട്, എന്നാലും ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ആ ഒരു പേരിടാനുള്ള റീസൺ എന്താ? അമ്മയുടെ അങ്ങനെ ആരുടെങ്കിലും പേരാണ്? ഇല്ല, എനിക്ക് ഇഷ്ടമായിരുന്നു ആ പേര്. ഇപ്പം നാരായണൻ അല്ലെങ്കിൽ നാരായണി. അപ്പൊ ഞാനത് നാരായണി എന്ന് ഫിക്സ് ചെയ്തു. പക്ഷെ ചിലപ്പോ നാരായണൻ ആയാലും പേര് അത് തന്നെ, ഈ രണ്ട് പേരിൽ ഒരെണ്ണം. എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? ഇല്ല. ഓവർ റൂൾഡ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ പ്രഗ്നൻസി ടൈമിൽ കുറെ വാശികളും കുറെ പിടിവാശികളൊക്കെ ഉണ്ടാവും ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ ചേച്ചി? ഒരുപാട്. പുള്ളിക്കാരിയുടെ മൂഡ് സ്വിങ്സിൽ ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്തായിരുന്നു ഏറ്റവും കൂടുതലും അത് റിയാക്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് വേറെ ആരെല്ലാവർക്കും മുന്നിലൊന്നും റിയാക്ട് ചെയ്ത് എൻ്റെ മുന്നിലായിരുന്നു. അപ്പോൾ ബട്ട് എല്ലാത്തിനും അവസാനം ഞാൻ പോയി കോംപ്രമൈസ് ചെയ്യും. അപ്പം പുറത്ത് നോക്കുമ്പോൾ ആരും നോക്കുമ്പോൾ വികാസ് പോയി കോംപ്രമൈസ് ചെയ്യാം അല്ലേ, മറിയത്തിനൊന്നും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഐ ഡു ഇറ്റ് ബിക്കോസ് അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ ഒരു സിറ്റുവേഷൻസിൽ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം നമ്മൾ എത്രത്തോളം അവരെ കെയർ ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം. ഞാനത് എൻ്റെ ലൈഫിൽ കൂടി പഠിച്ചതാണ്. സോ ഇറ്റ്സ് ഓൾവേസ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. ഈ ഇത്രയും നാൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓഫ് കോഴ്സ് എൻ്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ആണ്. അതിലൊന്നാണ് ഞാനിപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റ്. അതിന്റെ ഒരു പാർട്ടാവാൻ നമുക്ക് വെറൈറ്റി മീഡിയന് ഒരു അവസരം തന്നതിൽ താങ്ക് യു സോ മച്ച് പറയാം. ഏറ്റവും കൂടുതൽ എന്താള് ആവശ്യപ്പെട്ട ഒരു സാധനം എന്തായിരിക്കും ഈ ഒരു ടൈമില്? ഇത് തന്നെയാ, ഇതാണ് ഏറ്റവും കൂടുതൽ. ആദ്യം മുതൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി ഒന്നും കൂടി ഉണ്ട്. എന്താ? ഇനി എനിക്കൊരു വളകാപ്പ്. വളകാപ്പ് ഞാൻ ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ ലുക്കിലുള്ള ഒരു മേക്കപ്പ്. ഇത് രണ്ടുമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ ഫുഡ് ഏകദേശം എല്ലാം കഴിഞ്ഞു, എല്ലാ ആഗ്രഹങ്ങളും നടന്നു. ഈ മസാല ദോശയൊക്കെ ചോദിക്കാറുണ്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ? മസാല ദോശയായിരുന്നു, ബിരിയാണിയായിരുന്നു. മസാല ദോശ ഞാൻ ആലോചിക്കും, ഇത് ഉർവശി മാത്രമേ ചോദിക്കോ, നേരിട്ടാകുമ്പോഴത്തേക്ക് ഒരു പ്രഗ്നന്റ് ലേഡീസ് അങ്ങനെ ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല.
അല്ല, എനിക്ക് കൂടുതലും ക്രേവിങ്സ് ബിരിയാണിയോടായിരുന്നു. എപ്പോഴും ബിരിയാണി കഴിക്കുന്നതായിരുന്നു ഇഷ്ടം. ഇങ്ങനെ ഈ ഒരു ഹോട്ടലിൽ നിന്ന് തന്നെ എനിക്ക് ഫുഡ് വേണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ചിക്കൻ ബിരിയാണി മതി? അങ്ങനെയും പറഞ്ഞിരുന്നു ഇന്ന ഹോട്ടൽ. അപ്പോൾ ആ ഹോട്ടലിൽ നിന്നുള്ളത് തന്നെ ഞാൻ വാങ്ങിച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് 27th ശേഷം ബാക്കി ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം December 27 ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ വെച്ചിട്ട് എൻ്റെ കയ്യിലോട്ട് നാരായണയെ തരും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ബാക്കി എല്ലാ ഫുഡും അതിന് ശേഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ബേബി വന്നതിന് ശേഷം ആദ്യമായിട്ട് എവിടെയായിരിക്കും പോകുന്നത്? അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ആദ്യത്തെ ചോദ്യമാണ് ഇത്. അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടില്ല. വെറൈറ്റി മീഡിയ ഇങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് എവിടെ പോകണം? ഒരുമിച്ച് പോകണമെന്ന് അമ്പലത്തിൽ പോകണമെന്നാണ്. ഏതെങ്കിലും അമ്പലം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമ്മുടെ ഒരു പെൺകുട്ടിയുടെ മാരേജ് അതൊക്കെ ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു ബ്രൈഡ്, അതായത് മാരേജിൻ്റെ ഡേ അന്ന് ഉറക്കം എണീറ്റ് കണി കാണുന്നത് ഒരുപക്ഷെ മേക്കപ്പ് മാൻ, ഹെയർ സ്റ്റൈലിസ്റ്റ്, ആ ഒരു ടീമിനെ ആയിരിക്കും. അപ്പോൾ ചേട്ടൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് എല്ലാ ബ്രൈഡ്സിൻ്റെയും ലൈഫിൽ പ്ലേ ചെയ്യുന്നത്. ആ ഒരു മൊമെൻ്റ് എങ്ങനെയാണ്? ഞാനത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു പെൺകുട്ടിയുടെ അന്നത്തെ മൂഡ് നമ്മളാണ് ആദ്യം ഓണത്തിൽ കാണുന്നത്. അപ്പം ആ ഒരു കുട്ടീനെ എത്രത്തോളം കെയർ ചെയ്യുക. ഇപ്പം പലർക്കും പല ടെൻഷനായിരിക്കും, തലേ ദിവസത്തെ ടെൻഷൻ, പക്ഷേ പുതിയൊരു വീട്ടിലോട്ട് പോകുന്നതിൻ്റെ ടെൻഷൻ. അപ്പം അതൊക്കെ നമ്മൾ രാവിലെ കൊടുക്കുന്ന ചെറിയ ചെറിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ അവർ ആ ഒരു ഫുൾ ഡേ അവരെ കൊണ്ടുപോകും. ആ ഒരു ഫുൾ ഡേ എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിലെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ അത് ഞാൻ എപ്പോഴും നോക്കി, എവിടെ പോയാലും അവരെന്ത് ടെൻഷനിലാണെങ്കിലും ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ടെൻഷൻ അവരെ കാണിപ്പിക്കത്തില്ല. ഇപ്പം ഞാൻ ഈ December 26, 27 എനിക്ക് വർക്ക്സ് ഉണ്ട്. അപ്പം ഞാൻ ഈ വർക്കുകളിലൊക്കെ അവർക്ക് ടെൻഷനാണ്, ഞാൻ ഇനി വരത്തില്ലേ. അപ്പം എന്തായാലും വർക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ ഡെലിവറിക്ക് എല്ലാ കാര്യം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം പിന്നെ ആ ബ്രൈഡ്സിനെ ഒരിക്കലും ടെൻഷൻ അടുപ്പിക്കില്ല. അപ്പം അത് ഞാൻ അങ്ങനെ തന്നെയാണ് ഇത്രയും നാളും ഫോളോ ചെയ്തത്. ഇനിയും അങ്ങനെ തന്നെ ഞാൻ ഫോളോ ചെയ്യും. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പല ലേഡീസിനും ഇപ്പോൾ ഹസ്ബൻഡ് വെളിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, ആ ഒരു ടൈമിൽ കൂടെ ഉണ്ടാവില്ല എന്നൊക്കെ ഉണ്ട്. അപ്പം പ്രഗ്നൻസി ടൈമിൽ ചേച്ചിക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ ചേട്ടൻ കൂടെ വേണം ആ ഒരു മൊമെന്റിൽ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്? അതിനെന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഉറപ്പായിട്ട് ഡെലിവറി ടൈമിൽ കൂടെ വേണമെന്ന് തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ബാക്കി അല്ലാത്തപ്പോൾ ഒക്കെ എപ്പോഴും വർക്ക് തന്നെ. പക്ഷെ ആ സമയത്തെങ്കിലും ഒരു 2 മണിക്കൂറെങ്കിലും വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്, ഞാനുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ചേച്ചിയുടെ ഷൂട്ടിൻ്റെ വിശേഷങ്ങളും മേക്കപ്പും എല്ലാം കണ്ടു. ആൾ കുറച്ച് ടയേർഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം ആളെ സേഫായിട്ട് വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് വരാം. ശരിക്കും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണല്ലോ ഇപ്പോൾ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി ആളുടെ ആ ഒരു കോസ്റ്റ്യൂമും ലുക്കും ക്രൗഡൊക്കെ വെച്ചിട്ട് നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് എന്തായാലും വളരെ ഗംഭീരമായിരിക്കും. ഞങ്ങൾ കണ്ടിട്ടില്ല, എന്നാലും കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം ഭയങ്കര കെയറിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജെസ്റ്റേഴ്സ് ഒക്കെയാണ്. നിങ്ങൾ എങ്ങനെയായിരുന്നു ആ ഒരു കണ്ടുമുട്ടലും ലവ് സ്റ്റോറിയും? അയ്യോ, നമുക്ക് ലവ് സ്റ്റോറീസ് ഇല്ല. സ്റ്റോറി തുടങ്ങിയതിന് ശേഷം ലവ് ആയ ആൾക്കാരാണ്. കാര്യം നമ്മൾ രണ്ടുപേരും ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരുടെയും സെക്കൻഡ് മാരേജ് ആണത്. അപ്പം നോർമലി ഒരു മാട്രിമോണിയയിൽ കൂടെ കണ്ടുമുട്ടി, അതിനുശേഷം സംസാരിച്ചു. അപ്പം ഓൾറെഡി ഷീ ഹാവ് എ ബേബി ഗേൾ. അപ്പം 10 വയസ്സായൊരു മകളുണ്ട് ഷെറിലിന്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒന്നിലും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പം 10 വയസ്സായുള്ളൊരു പെൺകുട്ടി ഉള്ള ഒരു ആളാണ് ഇപ്പോൾ. അപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്തിന് അങ്ങനെ അവൾക്കൊരു മകളുണ്ടെന്ന് തന്നെ പറഞ്ഞപ്പം ഐ വാസ് റെഡി ടു ആക്സെപ്റ്റ്. എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ അവളുടെ മകളുമായിട്ടാണ് ഞാൻ ഷെറിലിനെ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതാണ്. പക്ഷെ ആ കുട്ടി അവളുടെ അച്ഛൻ്റെയും പാരൻസിൻ്റെ കൂടെ മസ്കറ്റിലാണ് ഇവിടെ പഠിക്കുന്നത്. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നതും ഇവിടെയും വരാറുണ്ട്. അപ്പം എപ്പോഴും ആ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇത് ലവ് സ്റ്റോറി സ്റ്റാർട്ട്സ് ഫ്രം February 12th അതായിരുന്നു നമ്മുടെ വെഡിങ് ഡേ. അപ്പോൾ ഞങ്ങൾ മാട്രിമോണിയിൽ വരെ കണ്ടുമുട്ടി സംസാരിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും ഇഷ്ടമായി ഒരുമിക്കാൻ തീരുമാനിച്ചവരാണ്. ഒരുമിച്ച് ഇപ്പോഴും ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ തന്നെ പോട്ടെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ മോളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ മമ്മീനെ കല്യാണം കഴിക്കാൻ പോവാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ സിനിമയിലാന്ന് തോന്നുന്നു, അല്ലാതെ അങ്ങനെ നേരിട്ട് അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ കാര്യം വന്നപ്പോൾ നമുക്ക് ഐ വാസ് എ സ്ട്രേഞ്ചർ ഫോർ ദ ബേബി ഗേൾ. ഇപ്പം നമ്മൾ ഭയങ്കര കമ്പനിയാണ്. പക്ഷേ അന്ന്
അങ്ങനെ പറയില്ലായിരുന്നു. ഷീ വാസ് എ വിഡോ, മൈ വൈഫ് വാസ് എ വിഡോ ആൻഡ് ഐ വാസ് എ ഡിവോഴ്സി. അപ്പം നമ്മൾ കല്യാണത്തിന് ശേഷം നമ്മൾ ഭയങ്കര ഇപ്പം എൻ്റെ ഒരു പാസ്റ്റ് ലൈഫോ അവളുടെ പാസ്റ്റ് ലൈഫോ ഒന്നും നമുക്ക് ഒരിക്കലും നമ്മളുടെ ഒരു ടോപ്പിക്കിലും വന്നിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളൊരു തോന്നലാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത്. പക്ഷെ നമ്മളിപ്പം ഇവിടെ വന്ന് കുറച്ച് സമയത്തെല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാള് പ്രണയിച്ച് പക്ഷെ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പൊ പറയുകയാണെങ്കിൽ ചേച്ചിയുടെ ഈ ഒരു ഇതൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പം എന്ത് ക്വാളിറ്റി ആണ് ചേച്ചിയിൽ അട്രാക്ട് ചെയ്തത്? ആക്ച്വലി അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല, എല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പം ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എൻ്റെ ഡ്യൂട്ടി ടൈമിങ്, എൻ്റെ വർക്ക് ടൈമിങ് എല്ലാം ഷീ വാസ് അഡ്ജസ്റ്റിങ്. ഈവൻ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 12 ഞങ്ങളുടെ കല്യാണം. ഫെബ്രുവരി 13 എനിക്കൊരു ബ്രൈഡ് ഉണ്ടായിരുന്നു പാലായിൽ. അതായത് ഇവളെ ഗുരുവായൂരിന്ന് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ പാലയിൽ എൻ്റെ വെഡിങ്ങിന് പോയി. അപ്പം കല്യാണത്തിന് മുമ്പേ നമുക്ക് ആ ഒരു ഫെബ്രുവരി 12 മാത്രമായിരുന്നു അന്ന് ഓഫ് ഉണ്ടായിരുന്നത്. അപ്പം ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അന്ന് എനിക്ക് ഓഫ് ഉള്ളു, പിറ്റേ ദിവസം ഐ ഹാവ് ടു ഗോ. അപ്പം അവൾക്കത് ഓക്കെ ആയിരുന്നു. ഈവൻ അവളുടെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചിലർക്കൊക്കെ പറയും അയ്യോ ഇതെന്താ കല്യാണം കഴിഞ്ഞ ഉടനെ ചെക്കൻ പോകണം. അപ്പം അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയല്ലേ നമുക്ക് ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ്. അപ്പം അത് എനിക്ക് കഴിഞ്ഞ ലൈഫിലെ എൻ്റെ മിസ്റ്റേക്സ് അല്ലെങ്കിൽ എവിടെയാണോ നമുക്കത് കിട്ടാതെ പോയത് അതെനിക്ക് ഈ ലൈഫിൽ കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് സക്സസ് ഐ ഫീൽ അബൌട്ട് മൈ ഫാമിലി ലൈഫ് റൈറ്റ് നൗ. ഓക്കെ, അപ്പൊ ആ ഒരു ക്വാളിറ്റി എപ്പോഴെങ്കിലും തിരിച്ചു ചോദിച്ചിട്ടുണ്ടോ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി എന്ത് ക്വാളിറ്റിയാണ് നിനക്ക് എന്നിൽ തോന്നിയതെന്നൊക്കെ? ആളെങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് ഞങ്ങൾ കോമഡിക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ അവള് പറയും ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാന്ന് പറയും. അപ്പോൾ ബിക്കോസ് അവളൊരു ബ്യൂട്ടീഷ്യൻ ആണ്. അപ്പം മസ്കറ്റിൽ അവർക്ക് ബ്യൂട്ടി പാർലറാണ് ഒമാനിൽ. അപ്പോൾ ഒരു 10-30 വർഷം കൊണ്ട് അവർ ഫാമിലി ആയിട്ട് പാർലർ നടത്തുന്നവരാണ്. അപ്പോൾ അവർക്ക് അറിയാം എന്താണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, അതിൻ്റെ നന്മയും തിന്മയും അറിയാവുന്നവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഷീ പ്രപ്പോസൽ വന്നപ്പം അവരത് അക്സെപ്റ്റ് ചെയ്തതും. പിന്നെ ഞാൻ ഭയങ്കര പാവമാണ് സത്യത്തിൽ കേട്ടോ. അപ്പോൾ അത് ഒരു ക്വാളിറ്റി ആണെന്ന് തോന്നുന്നു അവർക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം. ഇപ്പം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ലേഡീസിന്റെ കൂടെ ആയിരിക്കും ഇടപഴകുന്നത്, ബ്രൈഡ്സ് ആണെങ്കിലും എല്ലാവരും. അപ്പൊ ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ പോസസീവ്നെസ് ഒക്കെ തോന്നിയിട്ടുണ്ടോ? എപ്പോഴും ലേഡീസിന്റെ കൂടെ ആണല്ലോ അങ്ങനെ. പൊസസീവ്നെസ് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാര്യം ഞാനൊരിക്കലും എൻ്റെ വർക്കിൻ്റെ മൂഡും എൻ്റെ വർക്കിൻ്റെ ജെന്യുവിനിറ്റിയും എൻ്റെ വൈഫിന് അറിയാം. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് അവൾക്ക് 100% അറിയാം. അപ്പോൾ ഒരു പൊസസീവ്നെസ് ഇല്ല. പൊസസീവ്നെസ് പിന്നെ എനിക്ക് തോന്നുന്നു ഈ പ്രഗ്നൻസി മൂഡ് സ്വിങ്ങിൽ ഒരു പൊസസീവ്നെസ് ഉണ്ടായിരുന്നു. അത് ഫുൾ ടൈം ഇങ്ങനെ നമ്മൾ കൂടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ നിർബന്ധങ്ങൾ. അപ്പം അത് ഞാനിപ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ള സമയം ഫുൾ അവിടെ തന്നെ ഇരിക്കുക. അപ്പം അതുകൊണ്ട് ഒരു പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആക്ട്രസ് കാർത്തികയുടെ മേക്കപ്പ് ലുക്ക് അത് വൈറൽ മാത്രമല്ല, അത് നേരത്തെ പറഞ്ഞ പോലെ ഡിബറ്റിലേക്ക് പോവാ. അത് ഒരു മേക്കപ്പിനെ കുറിച്ച് ആൾക്കാർ ഇരുന്ന് ഡിബറ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആണ്. ആ ഒരു അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മൊമെന്റിൽ? കാരണം നമ്മൾ ചെയ്തൊരു വർക്കിനെ കുറിച്ച് ആൾക്കാർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ലൈവായിട്ടൊക്കെ. അതെ, ഇപ്പം എനിക്ക് തോന്നുന്നു 2 ആഴ്ച കൂടുതലായിട്ടും ഇപ്പോഴും അത് ട്രെൻഡിങ് വീഡിയോസിൽ വരുന്ന ഒരു ഇതാണ് കാർത്തിക നായരുടെ വെഡ്ഡിങ്. പക്ഷെ അത് നമ്മൾ ചെയ്തപ്പോൾ കാർത്തികയ്ക്ക് എനിക്കിങ്ങനെ ദുപ്പട്ട ഇടണം, എനിക്ക് ഇത്ര ലുക്സ് ഉണ്ട്, എല്ലാം വെറൈറ്റി ആകണം എന്ന് പറഞ്ഞു എന്നാണുള്ളത്. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ കാർത്തികയുടെ വൈബ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തൊരു മേക്കപ്പാണ്. അപ്പം കാർത്തികയുടെ സ്കിൻ ടോൺ തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു. ഇപ്പം ഈ ഒരു ഡിബറ്റിലോട്ട് പോകാൻ കാരണം തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ അവരുടെ സ്കിൻ ടോൺ മെയിൻറ്റെയിനിങ് അവിടെ ഭയങ്കര കുറവാണ്. അപ്പം നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു ടോക്കായി. പക്ഷെ ഷീസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. പക്ഷെ ആ ബ്യൂട്ടി ഞാൻ മാറ്റാതെ സ്കിൻ ടോണിൽ തന്നെ ചെയ്തത് കൊണ്ടാണ് ഇന്ന് ആ ഒരു മേക്കപ്പിന് ഇത്രയും എനിക്കൊരു അപ്രിസിയേഷൻ കിട്ടുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ കാർത്തിക ഒരുങ്ങി കഴിഞ്ഞൊരു ഫുൾ ടുഗദർ കാണുന്ന ഇതാണ് എൻ്റെ മെമ്മറി. അതും എനിക്ക് തോന്നുന്നു രാധാ മാഡം കാർത്തികയെ കാണുന്നൊരു മൊമെൻ്റ് ഉണ്ട് ഒരുക്കി മണ്ഡപത്തിൽ കയറുന്നത്. എൻ്റെ മൈൻഡിൽ ക്ലിക്കായി കിടക്കുന്നത് അതാണ്. അമ്മ മോളെ കാണുമ്പോൾ കിട്ടുന്നൊരു ആ അമ്മയുടെ ഫേസിൽ കണ്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അപ്പം ഐ വാസ് ദെയർ ഇൻ ദാറ്റ് മൊമെൻറ്റ്. അപ്പം എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് വേറൊരു കോംപ്ലിമെൻ്ററി എൻ്റെ മൈൻഡിൽ കിടക്കുന്നത് ആ ഒരു സീനാണ് കേട്ടോ. ഓക്കെ, ഒരുപാട് ബ്രൈഡ്സിനെ ഒരുക്കുമ്പോൾ ഈ ഒരു ഫീൽ വരാറില്ല, അവരിങ്ങനെ
ഫസ്റ്റ് പാരന്റ്സ് അവരുടെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ആക്ച്വലി ഇതിപ്പോ ഒരു ട്രെൻഡ് അല്ലേ? അതെ. എനിക്ക് തോന്നുന്നു ഒരു 4-5 ഇയേഴ്സ് മുമ്പ് ഈ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തതേ എൻ്റെ ഒരു വീഡിയോസിലാണ്. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇൻട്രസ്റ്റിൽ പോലും ഉണ്ട്, അതൊരു 33 മില്യൺസ് അങ്ങോട്ട് പോയ വീഡിയോസ് എൻ്റെ ഇങ്ങനത്തെ ഒരു അച്ഛൻ മോളെ കാണുന്നത് 4-5 ഇയേഴ്സ് മുമ്പ്. അപ്പം അങ്ങനത്തെ കുറേ മൊമെന്റ്സിന് ഞാൻ എല്ലാ ദിവസവും വിറ്റ്നസ് ആവാറുണ്ട്. ഇപ്പൊ ദേഷ്യം എന്ന് പറഞ്ഞല്ലോ, അപ്പം ചില ആൾക്കാർ ഇങ്ങനെ സജഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കും, ചിലത് നല്ലതായിരിക്കും, പക്ഷെ സംടൈംസ് നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ വേണ്ട, ഇതങ്ങനെ മതി, അങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാർ ഇറിറ്റേറ്റഡ് ആവാറുണ്ടോ? അങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് അങ്ങനെ പറയുന്നവരാണ് നല്ലത്. ബിക്കോസ് ദേ പെയ്ഡ് മീ, അവരെന്നെ പേ ചെയ്തിട്ടാണ് അവരവിടെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് കേട്ട് ചെയ്യുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല. ഞാനല്ലല്ലോ അവരെ ബുക്ക് ചെയ്ത്, അവരല്ലേ എന്നെ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഒരിക്കലും ഇറിറ്റേഷനായിട്ട് എടുക്കാൻ പാടില്ല. അവർ പറയുന്നത് അവർക്ക് വേണ്ടതാണ്. ചില കുട്ടികൾ അത് പറയില്ല, പറയാതിരുന്നിട്ട് ഞാൻ ചെയ്യുമ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് സങ്കടപ്പെടും. അതിനെക്കാട്ടി നല്ലത് നമ്മൾ ചോദിച്ച് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് എല്ലാം ഇഷ്ടമാവും. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു 2-3 മണിക്കൂർ വെറുതെ വേസ്റ്റ് ആവും. ഒരുപാട് സെലിബ്രിറ്റീസിനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം പലരും ഈ പറഞ്ഞ പോലെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്നാലും ചേട്ടൻ ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ, ലൈക്ക് ഭയങ്കര ഒരു ഫ്രീലി ഇപ്പം ഇന്ന സെലിബ്രിറ്റി എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് ഒന്നും പറയാതെ കണ്ണടച്ചിരിക്കുന്ന, ട്രസ്റ്റ് ചെയ്തിരിക്കുന്ന അങ്ങനെ ഏതെങ്കിലും സെലിബ്രിറ്റീസ് ഉണ്ടോ? എല്ലാവരും എൻ്റെ അടുത്ത് ട്രസ്റ്റ് ചെയ്യും. ഇപ്പം ഇന്നലെ ഇവിടെ തന്നെയാണ് ഇനിയൊക്കെ വന്ന്, വിനിയുടെ ഫാഷൻ ഷോ ഇന്നലെ ഇല്ലായിരുന്നു, അതിന് ചെയ്തതൊക്കെ ഇവിടെയാണ്. അപ്പോൾ എവറിബഡി ട്രസ്റ്റ് മീ ഒരുമാതിരി. പക്ഷെ കാര്യം ഇപ്പം അഞ്ജു കുര്യൻ്റെ ഒരു വെറൈറ്റി ഷൂട്ടൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊക്കെ ഞാൻ അപ്പം അതൊക്കെ നമ്മൾ ആ പിള്ളേർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഞാൻ എന്തെങ്കിലും അവർക്ക് കൊടുക്കും എന്നറിയാം. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഓഫ് മേക്ക് ഓവറാണ് ന്യൂഡ് ലുക്സ്. അപ്പം ന്യൂഡ് ലുക്കും എനിക്ക് ഒരുപോലെ അറിയാം, അത് എനിക്ക് ഹാർഡ് കോർ മേക്കപ്പും എനിക്കറിയാം. അപ്പം എന്ത് ടൈപ്പ് ഓഫ് മേക്കപ്പ് ആൾക്കാർ എന്നോട് പറഞ്ഞാലും I have a confidence that I can deliver them. സെലിബ്രിറ്റീസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പം എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ആക്ട്രസസിനൊക്കെ നല്ല സ്കിന്നുകളാണ് അവരുടെ പലവരുടെയും. എന്നാലും ചേട്ടനൊരു ഫേവറേറ്റ് ഏതെങ്കിലും ആക്ട്രസ് ഉണ്ടോ? കാരണം ഈ ഇന്ന ആളുടെ സ്കിൻ നല്ല അടിപൊളിയാണ്, നമുക്ക് വളരെ ഫ്ലോലെസ് ആയിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഏതെങ്കിലും ആക്ട്രസസിന് തോന്നിയിട്ടുണ്ട്? അതിപ്പോ സ്കിന്നിനെ കുറിച്ച് കേരളത്തിൽ പറയുന്നെങ്കിൽ അത് ഹണി റോസ് തന്നെയല്ലേ. പിന്നെ അതിനകത്ത് എന്താ ചെയ്യാ? അയ്യോ അത് സത്യമായിട്ട് ഭയങ്കര ഗ്ലോ. അതെ, വെരി സ്കിൻ ഏറ്റവും ക്ലിയർ ആയിട്ടൊരു ഗ്ലാസ് സ്കിൻ ആയിട്ട് കിടക്കുന്നത് ഹണി റോസിൻ്റെ തന്നെയാണ്. അപ്പം അത് കാണുമ്പോൾ എപ്പോഴും എനിക്ക് ആലോചിക്കാറുണ്ട് എന്ത് സിമ്പിളായിട്ട് എന്ത് ഈസി ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റും ഹണി റോസിന്. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. ചെയ്തിട്ടില്ല? ഹണി റോസിന് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ അതിലേക്കായിരുന്നു അടുത്ത് തന്നെ. ഇനി ഏതെങ്കിലും ആക്ട്രസിനെ സെലിബ്രിറ്റീസിനെ മേക്കപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ട്, പക്ഷെ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത? ഇല്ല, എനിക്കങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തോന്നി എനിക്ക് വിഷമിച്ച ഒരു ആക്ട്രസും ഇല്ല. കാര്യം നമ്മൾ പല ചാൻസസും എനിക്ക് മിസ്സായിട്ടേ ഉള്ളൂ. പലരും എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഡേറ്റ് ഇല്ലാതെ എൻ്റെ മിസ്സിങ് ആണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നിയിട്ടില്ല. ഇനിയും വരാൻ കിടക്കുമല്ലേ എത്ര ഇപ്പം പുതിയ പിള്ളേരൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഐശ്വര്യയുടെ മോളുണ്ട്, അല്ലാതെ പലരുടെയും പിന്നെ അതൊക്കെ വരാം. ആലിയ ഭട്ടിന്റെ കൊച്ചുങ്ങളൊക്കെ നമ്മൾ അന്നൊക്കെ കേരളത്തിൽ വരും, അവരൊക്കെ മലയാളം സിനിമ ചെയ്യട്ടെ, അല്ലെങ്കിൽ നമ്മൾ ബോംബെ പോയി ചെയ്യട്ടെ. ഏതെങ്കിലും സെലിബ്രിറ്റീസിന് ചെയ്യുമ്പോൾ ടെൻഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഭയങ്കര ടെൻഷനായിട്ട് ചെയ്ത ഏതെങ്കിലും മേക്കപ്സ് ഉണ്ടോ? എല്ലാ മേക്കപ്പും ചെയ്യാം. ഇപ്പം നിങ്ങളിപ്പോൾ ഇന്ന് കണ്ട മേക്കപ്പ് ചെയ്തപ്പോഴും എനിക്ക് ടെൻഷനാണ്. അപ്പോൾ ഏത് മേക്കപ്പ് ചെയ്താലും ഐ ഫീൽ സോ ടെൻസ്ഡ്. കാര്യം അവസാനം എന്താണെന്ന് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പം ഈച്ച് ആൻഡ് എവറി മേക്കപ്പ് ഈസ് ടെൻസ്ഡ്. ഒരു ബ്രൈഡിന് മേക്കപ്പ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുക്കാറുണ്ട്? ടൈം മാനേജ് ചെയ്യാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. കാര്യം ഇപ്പം എനിക്ക് മറ്റന്നാൾ എനിക്ക് കണ്ണൂരാണ് ബ്രൈഡ്, നാളെ എനിക്ക് ആലപ്പുഴയിലാണ്. അപ്പോൾ ആലപ്പുഴ എനിക്ക് രാവിലെ പോയാൽ മതി, പക്ഷെ കണ്ണൂർ എനിക്ക് നാളെ ഉച്ചയ്ക്ക് പോകണം. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് കണ്ണൂർ വരെ എത്തേണ്ട ടൈമിങ് ഓടി എത്തണം, ഡ്രൈവറിനെ നോക്കണം, അതൊരു ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ 2-3 മണിക്കാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര റിസ്ക്കാണ്. ഓക്കെ, ഒരുപാട് ബ്രൈഡ്സിനൊക്കെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ബ്രൈഡ്സിന് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും സ്കിൻ കെയർ ടിപ്സോ അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ? സ്കിൻ കെയർ ടിപ്സ് ഫോർ ഈച്ച് ആൻഡ് എവറി ബ്രൈഡ് ഈസ് നന്നായിട്ട് ഉറങ്ങണം. ബ്രൈഡിൻ്റെ സമയത്ത് ബ്രൈഡ്സ് വെഡിങ് ആവുന്ന സമയത്ത് അവരെല്ലാവരും ഉറക്കം എങ്ങനെ ഒഴിവാക്കാം എന്ന് നോക്കുന്നവരാണ്. കല്യാണം കഴിഞ്ഞില്ലല്ലോ അല്ലേ?
അങ്ങനെയാണ്. ആ സമയമാകുമ്പോൾ ഈ പറയുന്നതൊക്കെ ഓർക്കും കേട്ടോ. അപ്പം നന്നായിട്ട് ഉറങ്ങണം, നന്നായിട്ട് വെള്ളം കുടിക്കണം. പിന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പം നമുക്ക് സ്കിന്നിന് ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. ഇപ്പം മോളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഓയിലി സ്കിൻ. അപ്പം ഓയിലി സ്കിൻ ടൈപ്പ് ഒരാൾ ഓയിലി സ്കിന്നിന് കൺട്രോൾ ചെയ്യുന്ന പ്രിപ്പറേഷൻസ്, സ്കിൻ കെയർ യൂസ് ചെയ്യണം. ഇപ്പം നമുക്ക് ഓയിലി സ്കിൻ ടൈപ്പ് ഉണ്ട്, മിക്സഡ്, അതായത് കോമ്പിനേഷൻ സ്കിൻ ഉണ്ട്, ഡ്രൈ സ്കിൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏത് സ്കിന്നാണ് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് വാങ്ങിച്ചാൽ, അല്ലാതെ എൻ്റെ കൂട്ടുകാരി ഇന്നതാണ് യൂസ് ചെയ്യുന്നത് അത് ഞാൻ വാങ്ങിക്കും ചില പിള്ളേർ, അല്ലെങ്കിൽ കൂട്ടുകാരി ചെയ്ത ഫേഷ്യൽ ഹൈഡ്രാ ഫേഷ്യൽ ഇന്നതാണ്. നോ, നമ്മൾ തന്നെ പോയി കൺസൾട്ട് ചെയ്ത്, ഇപ്പോൾ എൻ്റെ സലൂണിൽ വരുന്ന ഓരോ കുട്ടികളും നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡിഫറെൻ്റ്. അമ്മയും മോളും വന്നാൽ അവർക്ക് രണ്ടും രണ്ട് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും കൊടുക്കേണ്ടത്. ബിക്കോസ് അവരുടെ സ്കിൻ രണ്ടും രണ്ടാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഞാൻ കേട്ടത് വേറൊരു കാര്യമാണ്, ഒരുപാട് സെലിബ്രിറ്റി ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ജയറാമേട്ടൻ്റെ ഫാമിലിയുടെ ഓൺ മേക്കപ്പ് മാൻ ആയിട്ട് മാറിയെന്ന് ഞാൻ കേട്ടിരുന്നു. ഞാൻ അവരുടെ ഫാമിലിയുള്ള എല്ലാവരെയും മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് അങ്ങനെ ഞാൻ ഒരു ഇതിന് പറഞ്ഞത്. ഇപ്പോൾ ജയറാമേട്ടനെ ആയാലും മോനെ ആയാലും മോളെ ആയാലും അമ്മയായാലും തരുണിനെയൊക്കെ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വന്ന സണ്ണിലോനും ചെയ്തിട്ടില്ല, അതിപ്പോഴല്ല, ഒരാഴ്ച മുമ്പാണ് വന്നത്. അതുവരെയുള്ള എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇതാണ്. ഓക്കെ, ഇപ്പൊ നമ്മളെ ഈ ഒരു കാലത്തെ മാരേജസ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും കൂടുതലും ഈ പേസ്റ്റൽ കളേഴ്സിനും അല്ലെങ്കിൽ ന്യൂഡ് മേക്കപ്പിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഓരോ കാലഘട്ടം ഓരോന്നായിരുന്നു. ഇപ്പം നമ്മളൊരു 3 years ബിഫോർ ഡാർക്ക് റെഡ് ആയിരുന്നു. അപ്പം ഈ ഒരു കഴിഞ്ഞ വർഷം ബോളിവുഡാണ് ഇത് കൊണ്ടുവന്നത്. എപ്പോഴും കഴിഞ്ഞ വർഷത്തെ ബോളിവുഡ് ഇമ്പാക്റ്റ് നമുക്ക് അടുത്ത വർഷം കേരളത്തിലെ എല്ലാവരും ഫീഡ്ബാക്ക് ചെയ്യും. അപ്പോൾ അതാ എപ്പോഴും അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇപ്പം കൂടുതലും സ്കിൻ കളറിനെക്കാട്ടിയും സ്കിൻ പ്രിപ്പറേഷനാണ് ഇന്നത്തെ കാലത്ത് ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കിൻ അങ്ങോട്ട് നല്ല ഫ്ലോയി ആയി വരുമ്പോൾ പിന്നെ ആൾക്കാർ എൻ്റെ സ്കിന്ന് തന്നെ കാണിക്കാം, അതാണ് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡിലോട്ട് വരുന്നത്. ഇപ്പം എൻ്റെ സ്കിന്നിനെ കാണിച്ച് പേസ്റ്റൽ ഷെയ്ഡിലോട്ട് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനൊരു വലിയ സ്റ്റൈലിസ്റ്റ് അല്ല, ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എങ്കിലും I feel like that people are more into pastel shades to show their skin, their beauty, how they looks exactly. ഓക്കെ, ഇപ്പോൾ ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് പണ്ട് നിന്ന് ഇപ്പം 2023 ഇപ്പോൾ 2024 ആവാൻ പോകുന്നു, എന്തൊക്കെ ചേഞ്ചസ് മേക്കപ്പിൽ വന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? സ്റ്റൈൽസും ഒരുപാട് മാറ്റങ്ങൾ ഒരുപാടുണ്ട്. ആക്ച്വലി ഇന്നത്തെ മാറ്റം വന്നിരിക്കുന്നത് ആരും ഡ്രസ്സ് എടുത്തിട്ട് ആരും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. ലുക്കും കാര്യങ്ങളായാലും മേക്കപ്പിനായിരുന്നാലും അല്ല, ഓരോ കുട്ടികൾക്ക് മനസ്സിൽ എനിക്ക് ഇന്ന കളർ വേണം. ആ കുട്ടി ഒരു ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ആ കോസ്റ്റ്യൂം കളേഴ്സിൽ ഇപ്പോൾ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ തന്നെ ഷീ ഹാവ് ലോട്ട് ഓഫ് കളക്ഷൻസ്. അത് വാങ്ങിച്ചിട്ട് അതിന് വേണ്ടിയാണ് മേക്കപ്പ് ഇടുന്നത്. പണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ചെക്കൻ കൊണ്ടുവരുന്ന സാരി റെഡ് കളറാണ്, അപ്പോൾ പിന്നെ എൻ്റെ ആ ലുക്കിനായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു മാല വാങ്ങുന്നത് പോലും എല്ലാം കണക്റ്റഡ് ആണ്. മാലയ്ക്ക് വേണ്ടി സാരിക്ക് വേണ്ടി മേക്കപ്പ്, ഹെയറിന് വേണ്ടി ഇന്ന ഫ്ലവേഴ്സ്, ഇന്ന ടെക്നിക്സ്. അപ്പം എല്ലാം ഒരു ദിവസം കൊണ്ട് തീരുമാനിക്കുന്നതല്ല. എവറിത്തിങ് വാസ് ഇൻ ഹെർ മൈൻഡ്. അപ്പോൾ ആ മൈൻഡാണ് ഇവർ ഒരു മോൾഡ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ മേക്കപ്പിൽ, വെറൈറ്റീസും? ഇപ്പോൾ ഹാപ്പി ബ്രൈഡ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം #ഹാഷ്ടാഗ് കൊണ്ടുവന്നു. അത് കുറേ പേർക്ക് അറിയാം, അത് വികാസ് ഏട്ടൻ്റെ സ്വന്തം #ഹാഷ്ടാഗാണ്. അതിൽ ഒരുപാട് ബ്രൈഡ്സും കുറേ പോസ്റ്റുകളും സ്വന്തമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതേപോലെ വേറെ എന്തെങ്കിലും വെറൈറ്റീസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടോ? ഹാപ്പി ബ്രൈഡ് ഇസ് ദെയർ. പിന്നെ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓക്കെ ആവുന്നെങ്കിൽ മാത്രമേ ഹാപ്പി ആവുള്ളൂ. അപ്പം അത് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു #ഹാഷ്ടാഗിലോട്ട് ഞാൻ വന്നത്. പക്ഷേ ഇനിയിപ്പോൾ പുതുതായിട്ട് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ലുക്ക് ഞാൻ ഇപ്പോൾ എല്ലാത്തിലും മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ണ്, ഒരു മുസ്ലിം ബ്രൈഡായാലും ഹിന്ദു ബ്രൈഡായാലും കണ്ണിങ്ങനെ ഭയങ്കര ഡാർക്കായിട്ട് വരച്ച് താഴെ മേളിലും എഴുതുന്നത് അത് പണ്ടത്തെ ഒരു നിയമമായിരുന്നു. ആക്ച്വലി ഇപ്പം നിയമമൊന്നുമില്ല. ചെറിയ കണ്ണുള്ള കുട്ടി താഴെ എഴുതാതിരുന്ന ആ കുട്ടിക്ക് വലുതാകും. എഴുതിയില്ലെങ്കിലും നല്ല ഗ്ലിറ്ററിങ് ഐ ഷാഡോസ് വെച്ചിട്ട് നമുക്ക് ഐ മേക്കപ്പ്, ഇപ്പം നിങ്ങളിപ്പോൾ കണ്ട ചെറിയ കണ്ണിനായതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നിയമങ്ങൾ എല്ലാം പോയി. ദർ ഈസ് നോ ഫിക്സഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ മേക്കപ്പ്. എല്ലാം പൊട്ടിത്തെറിച്ചു.
ഇപ്പം അവരവർക്ക് വേണ്ടതാണ്. അപ്പം അതുകൊണ്ട് നാച്ചുറൽ മേക്കപ്പ് ആൻഡ് ഐ ഗോ ഫോർ കസ്റ്റമൈസ് മേക്കപ്പ്. ഈച്ച് ആൻഡ് എവറി ബ്രൈഡ് വാട്ട് ദേ വാണ്ട്, അത് സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്ത്. ഒരു കുട്ടിയുടെ മേക്കപ്പ് മറ്റുള്ള കുട്ടിക്ക് വേണ്ടിയല്ല, അതാത് കുട്ടികൾക്ക് വേണ്ടി മേക്കപ്പ് ചെയ്താൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അപ്പം ഇതിന് ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്യേണ്ടി വരില്ലേ? കാരണം എന്തോരം വെറൈറ്റി, ഓരോ ആൾക്കാരും വ്യത്യസ്തമായിരിക്കില്ലേ? അതെ, അപ്പോൾ ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്ത് വേണം. അത് റിസർച്ച് വേണം. നമ്മൾ ഓരോ കുട്ടീനെയും നമ്മൾ മേക്കപ്പ് ചെയ്യാനിരിക്കുന്ന സമയത്തിന് മസ്താനീനെ ഇപ്പം ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ മസ്താനിക്ക് വേണ്ടിയപ്പോൾ മസ്താനിക്ക് കൂടുതൽ കോണ്ടൂർ ചെയ്യാം. അപ്പം കോണ്ടൂർ ചെയ്താൽ മസ്താനിയുടെ ഫേസ് നമുക്ക് നന്നായിട്ട് മാറ്റാം. അപ്പം അതാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ ഐ ഷാഡോ മസ്താനിക്ക് കുറയ്ക്കാം, മസ്താനിക്ക് കുറച്ചിട്ട് ഐ ലൈനിങ്ങിന് മസ്താനിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കാം. അപ്പം നോക്കുമ്പോൾ തന്നെ നമുക്കതെല്ലാം ഫീൽ ചെയ്യണം. അത് ആണ് നമ്മൾ ഇതിനു മുമ്പേ റിസർച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ അത് ആണ് നമ്മൾ ഇംപ്ലിമെൻറ്റും ചെയ്യേണ്ടത്. ഓക്കെ, എന്താണ് വികാസ് ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഒരു മോട്ടോ? സന്തോഷമായിട്ട് ജീവിക്കുക, ഒരുപാട് പേരെ സന്തോഷിപ്പിക്കുക, മാക്സിമം ആൾക്കാരിൽ നിന്നിട്ട് ഹാപ്പി ബ്രൈഡ്സ് ഉണ്ടാക്കുക. ഇതാണ് എൻ്റെ മോട്ടോ. അറ്റ് ദ എൻഡ് സുഖമായിട്ട് കിടന്നുറങ്ങുക, കാര്യം സമാധാനമായിട്ട് കിടന്നു. ഇത്രയും കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ മാത്രമായിട്ടാണ് ഞാൻ ഇതിനു മുമ്പും ജീവിച്ചത്, ഇനിയും ജീവിക്കുന്നു. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ബ്യൂട്ടിഫുൾ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് പാർട്ടാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് വളരെ ഒരു ക്യൂട്ട് മോം ടു ബി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നല്ലൊരു നാരായണനെയോ ഒക്കെ ദൈവം തരട്ടെ. അപ്പോൾ എന്തായാലും വളരെ എന്താ പറയുക, ഒരുപാട് ആശംസകൾ നേരുന്നു. ആൻഡ് എല്ലാവിധ ഹാപ്പിനെസ്സും ബ്ലെസ്സിങ്സും നേരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.